ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള രാജ്മ മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഒരു ദിവസം കുതിർത്തെടുത്ത ഈ കാണുന്ന പാത്രത്തിൽ ഉള്ളത്ര രാജ്മ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ് എന്നിവ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. രാജ്മ നല്ലവണ്ണം കഴുകി ഒരു കുക്കറിലെടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർക്കാം. പിന്നീട് അതിനോട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൂടാതെ മല്ലിപ്പൊടി എന്നിവ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിനോട് കുറച്ച് കുരുമുളക് പൊടിയും അതുകൂടാതെ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാവുന്നതാണ്. കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചോലെ മസാല ചേർക്കാം. കുക്കർ അടച്ചതിന് ശേഷം അതിനെ വേവിക്കാൻ അനുവദിക്കുക. ഒരു 8 വിസിൽ കൊടുത്താൽ നല്ലവണ്ണം വെന്ത് കിട്ടും. അപ്പോൾ 8 വിസിലിന് ശേഷം കുക്കർ തുറന്നപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് സ്മാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം കുറവാണ്. ചൂടാക്കിയ 1 ഗ്ലാസ് വെള്ളം കൂടി അതിനോട് ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് ചിരകി വെച്ച തേങ്ങ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി കറിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ അത് ചൂടാവുമ്പോൾ 2-3 സ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. രാജ്മ എന്നത് ഹിന്ദി വേർഡാണ്. കിഡ്നി ബീൻസ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. നിങ്ങളുടെ സ്ഥലത്ത് ഇതിൻ്റെ പേര് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കടുക് പൊട്ടി വരുമ്പോൾ അതിനോട് 2 വറ്റൽമുളക് കഷ്ണങ്ങളായി ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കാം. വറവൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി അത്
കറിയോട് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള രാജ്മ മസാല കറി റെഡി. ഇനി നമുക്ക് അത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി അതിനോട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് കൂടി ചേർക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഡെലീഷ്യസും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു രാജ്മ, അതായത് കിഡ്നി ബീൻസ് മസാലക്കറിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.